അപ്പോൾ ഇന്ന് കുറച്ച് മട്ടൻ്റെ കരൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരനാണ് ഇവിടെ മട്ടൻ ചെയ്യുന്നത് വീട്ടിൻ്റെ അടുത്ത്. അപ്പോൾ അവൻ രാവിലെ പോയപ്പോൾ ചിക്കനാണ് പിള്ളേർക്ക് പൊതുവെ ഇഷ്ടം, ഓപ്പണായിട്ട് പറയാമല്ലോ. അപ്പോൾ ചിക്കൻ വാങ്ങാൻ പോയപ്പോൾ എനിക്കിത് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് വാങ്ങി. അപ്പോൾ നമ്മൾ എന്താ പറയുക, നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് വ്ളോഗർമാരിനെയൊക്കെ കണ്ടിട്ടുള്ളവിടെയൊക്കെ നടന്ന് തിന്നുക മാത്രമല്ല, ഈ സാധനങ്ങൾ മാക്സിമം നമ്മൾ ഉണ്ടാക്കി കഴിക്കാൻ നോക്കും കേട്ടോ. എനിക്ക് ഈ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ലിവർ കുറച്ച് വാങ്ങിയിട്ട് വന്നു. പിള്ളേർക്കൊന്നും ഇഷ്ടമല്ലാത്ത തന്നെ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പെപ്പറാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുക. പെപ്പറും പെരിഞ്ചീരകവും. കാരണം നമ്മളെപ്പോഴും പിന്നെ നോൺ വെജ് ഐറ്റം വെക്കുമ്പോൾ കൂടുതൽ ഞാൻ അതാ ഉപയോഗിക്കുക. കാരണം അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ സിമ്പിളാണ് കേട്ടോ. നമുക്ക് തിന്നാനുള്ള ഇഷ്ടം പോലെ തന്നെ ഉണ്ടാക്കാൻ അതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം ഇഷ്ടം ഉണ്ടായാൽ തന്നെ ഇത് നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാം. ഇത് നമ്മളിപ്പോൾ ഒരു പ്ലേറ്റ് പുറത്തുനിന്ന് വാങ്ങി കഴിക്കുകയാണെങ്കിൽ 10-200 രൂപ കൊടുക്കേണ്ടി വരും. മട്ടൻ്റെ ഐറ്റങ്ങളൊക്കെ വാങ്ങണം 200 രൂപയ്ക്ക് മേലെ കൊടുക്കേണ്ടി വരും നല്ല മട്ടൻ കിട്ടണമെങ്കിൽ. ഇത് അത്രയും കൂടി ചിലവ് വരില്ല നമുക്ക് ഉണ്ടാക്കുമ്പോൾ. ഒരു ഫാമിലിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വാങ്ങിയാൽ മതി. ഇതൊന്നും വലിച്ച് വാരി തിന്നേണ്ട കാര്യമില്ല. നല്ല ഭക്ഷണങ്ങൾ കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ കാലം നമുക്ക് കഴിക്കാം. അല്ലാണ്ട് ഇപ്പോഴേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന് നമ്മളെല്ലാം പോകുമ്പോൾ ബിരിയാണി എവിടെ നോക്കിയാലും ഇപ്പോൾ നോൺ വെജ് ബിരിയാണി ഐറ്റങ്ങളാണ്, ഡാൽഡ കാര്യങ്ങളൊക്കെ ഇട്ട് ഇതൊക്കെ വലിച്ച് വാരി തിന്ന് നമ്മളൊരു പ്രായമാകുമ്പോഴേക്കും പിന്നെ എന്തായാലും ഷുഗർ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒന്നും തിന്നാൻ പറ്റില്ല. അപ്പോൾ നല്ല സാധനങ്ങൾ കുറച്ച് കഴിച്ച് കുറേശ്ശെ ക്വാണ്ടിറ്റി കഴിച്ച് അടിപൊളിയാക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അതിൽ കുറച്ച് കൂടുതലിടും. അപ്പോൾ ഞാൻ ഇറച്ചി നല്ല സ്പൈസി ആയിട്ട് ഞാൻ വെക്കുമ്പോഴും അതിൽ കുറച്ച് കടുക് സാധാരണ കടുക് വറുത്തിടാറില്ല, പക്ഷേ എനിക്ക് കടുകിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കടുക് വറുത്തിടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, തിന്നണതിൻ്റെ ഒരു കുഞ്ഞ് ശതമാനം ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടുക്കളയിൽ കയറി സുഖമായിട്ട് ചെയ്യാം. പലരും മടിക്കുന്നത് എന്താണെന്നോ, ഇത് ഉണ്ടാക്കുക മാത്രമല്ല, ഉണ്ടാക്കി തിന്നു കഴിഞ്ഞാൽ ഈ പാത്രമൊക്കെ കഴുകി വെക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു മെനക്കെട് കൂടെ നോക്കിയിട്ടാണ് ആരും ചെയ്യാത്തത്. പക്ഷേ ഞാൻ ലീവുള്ള സമയത്ത് സൺഡേ എല്ലാ സമയത്തും ഭക്ഷണം വെക്കാറുണ്ട്. അത് മാത്രമല്ല, ഞാൻ വർക്കിൻ്റെ ആവശ്യത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് അടുക്കളയിൽ നിൽക്കുക. അപ്പോൾ ചപ്പാത്തി, മുട്ടക്കറി, അല്ലെങ്കിൽ സാമ്പാർ, അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം ഇപ്പോൾ എന്തെങ്കിലും ബിരിയാണി എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അതുണ്ടാക്കും. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ ഐറ്റങ്ങളൊക്കെ വാങ്ങും. കാട വാങ്ങും, താറാവ് വാങ്ങും, ബീഫ് വാങ്ങും, എല്ലാ സാധനങ്ങളും ഒരു സാധനവും മിസ്സാക്കില്ല കേട്ടോ. എല്ലാം വാങ്ങിയിട്ട് നല്ല രീതിയിൽ തന്നെ കറികളൊക്കെ തേങ്ങ അരച്ചിട്ട് തന്നെയാണ് നമ്മൾ പുറത്ത് പോയാലും നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് വെക്കുന്നത് അതിനുള്ള എല്ലാ സെറ്റപ്പും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു വർക്കിന് പോകുമ്പോൾ വണ്ടിയിൽ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി തേങ്ങയൊക്കെ അരച്ച് കറക്റ്റായിട്ട് വെക്കും. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നോൺ വെജ്, ഒരു ദിവസം കഞ്ഞി, പിന്നെ പുഴുക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ മാറി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തി 2 ദിവസം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട് കേട്ടോ. മുളക് പൊടി കാര്യങ്ങളൊന്നും അധികം ചുവന്ന മുളക് അല്ലെങ്കിലും കൂടുതൽ ഉപയോഗിക്കാതിരിക്കുന്നത് നല്ല, അസിഡിറ്റിൻ്റെ പ്രശ്നം ഉള്ളവർക്ക് കേട്ടോ. നമുക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഞാൻ എരിവ് കുറച്ച് ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷേ പെപ്പറിൻ്റെ ടേസ്റ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് ഇട്ടു. അപ്പോൾ ഗരം മസാല കുറച്ച് ഇട്ടു. എന്തിനാണെന്നറിയോ, ഇത് ഇവരാരെയും കഴിക്കണമെങ്കിൽ ഇവർക്കൊന്നും മട്ടൻ ഇഷ്ടമല്ല, അതിൻ്റെ സ്മെല്ല് അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ ഇവർ കഴിക്കും. അതിൻ്റെ സ്മെല്ല് ടോട്ടലി ഒരു ചെറിയൊരു ഡിഫറൻസ് വരും. അപ്പോൾ നന്നായി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കൂടി വണക്കി എല്ലാം ഓയിലിട്ട്, വെളിച്ചെണ്ണേനെ നമ്മൾ ഉപയോഗിക്കണം, വേറെ ഒരു ഓയിലും ഇല്ല കേട്ടോ. വേറെ ഒരു എന്താ പറയുന്നത് സിന്തറ്റിക് ആയിട്ടുള്ള വേറെ ഒരു കെമിക്കലോ കാര്യങ്ങളോ കളറോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം കരൾ കുറച്ച് വേവണമെങ്കിൽ കുറച്ച് സമയമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. ഒരു 2 ആവി വരട്ടെ. ആവി വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് തുറന്ന് വേവിക്കുക, കുറഞ്ഞ് പറ്റിച്ചെടുക്കുക. കുറച്ച് ഡ്രൈ ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചപ്പാത്തിക്ക് ദോശയ്ക്കാണ് ഇപ്പം ഞാൻ കോമ്പിനേഷൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ദോശയ്ക്ക് കറക്റ്റായിരിക്കും. എനിക്ക് ദോശ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ദോശയും തന്നെ കറി കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ. വേറെ ഒരു കളറോ കാര്യങ്ങളോ ഒന്നും ചെയ്ത് ആ കുരുമുളകിൻ്റെ കളറാണ് കുറച്ച് ഡാർക്കായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. അടാറ് ടേസ്റ്റാണ്. ഞാൻ കഴിച്ചല്ലോ ആദ്യം തന്നെ വേകുമ്പോൾ തന്നെ നമ്മൾ തിന്നുന്ന ശീലമുണ്ടല്ലോ, അപ്പോൾ തന്നെ സംഭവം ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു അടാറ് ടേസ്റ്റാണ്. പിള്ളേരൊന്നും ഇത് കഴിക്കില്ല. പക്ഷെ നമ്മൾ അടുത്ത പ്രാവശ്യം കടയ്ക്കൊക്കെ പോകുമ്പോൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ച് നോക്കുക. നമ്മൾ പുറത്തുനിന്ന് കഴിക്കണേക്കാളും നല്ലതും അതേ പ്രിപ്പറേഷനിൽ വീട്ടിൽ കുറച്ച് സമയം എടുത്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും.